എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സക്കീർ ഹുസൈൻ. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ആദ്യമുണ്ടായിരുന്ന ടെലഗ്രാം ചാനലും ഐഡിയുമൊക്കെ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനിയും പുതിയ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ന് മാർക്കറ്റിൽ ഞാൻ ആക്റ്റീവ് ആയിരുന്നില്ല. സം പേഴ്സണൽ വർക്കുമായിട്ട് ഔട്ട്സൈഡായിരുന്നു. അതോടൊപ്പം തന്നെ എന്നിരുന്നാലും സെക്കൻഡ് സെഷനിൽ മാർക്കറ്റ് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഏപ്രിൽ മാസത്തിലെ മന്ത്ലി എക്സ്പയറിയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഈ മന്ത്ലി എക്സ്പയറിയിലേക്ക് മാറിയതിന് ശേഷം നല്ലൊരു വയലൻ്റ് മൂവ്മെൻറ്റ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 4 മാസവും ഈ ഏപ്രിൽ മാസവും ചേർത്ത് 5 മാസവും ഒരു വയലൻ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. എവിടെയാണോ തുടങ്ങിയത് ആദ്യത്തെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ അത്യാവശ്യം മൂവ്മെൻറ്റ് തന്നിട്ട് പിന്നീട് ഒരു റേഞ്ച് ബോണ്ടാണ്, അല്ലെങ്കിൽ സ്ട്രക്കായിട്ട് അങ്ങനെ നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു മൂവ്മെൻറ്റാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നാളത്തെ മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നാളെ വെള്ളിയാഴ്ചയാണ്. ആൾറെഡി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോളറ്റൈലിറ്റി പ്രതീക്ഷിക്കണം. നാളെ മെയ് സീരീസിലെ ഫസ്റ്റ് ഡേ എന്നുള്ളൊരു പ്രത്യേകത കൂടെ ഉണ്ട്. വീക്കെൻഡുമാണ്. നമ്മൾ US മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ, ഇന്നലെ US മാർക്കറ്റിൽ നല്ല ഒരു റാലിയാണ് നടന്നിരിക്കുന്നത്. അത് അങ്ങനെ ഒരു റാലി നടക്കാനുണ്ടായിരുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത്, 90 ദിവസത്തേക്ക് ട്രംപ് താരിഫുകൾ നീട്ടിവെച്ച രാഷ്ട്രങ്ങളിൽ ഒരു അനുനയത്തിന് വേണ്ടി, അതായത് ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെട്ട രാജ്യങ്ങളൊഴികെ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് മുഴുവൻ നെക്സ്റ്റ് 3 വീക്കിനുള്ളിൽ താരിഫ് പ്രാബല്യത്തിൽ വരും എന്നുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ നടത്തുകയുണ്ടായി. എന്നാൽ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകൾ, അതുപോലെ അതിൻ്റെ പാർട്സുകൾക്ക് താരിഫ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ആത്മാർത്ഥ സുഹൃത്തിനെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എലൻ മാസ്കിന്. അതുകൊണ്ട് തന്നെ കാർ ഓഹരികളെല്ലാം തന്നെ ഇന്നലെ കുതിപ്പാണ് അമേരിക്കൻ മാർക്കറ്റിൽ നടത്തിയത്. 1000 പോയിൻറ്റോളം ഡോ ജോൺസും നാസ്ഡാക്കും ഇന്നലെ പോസിറ്റീവിലാണ്. മറ്റൊന്ന്, US ട്രഷറി സെക്രട്ടറി ചൈനയ്ക്ക് ഏർപ്പെടുത്തിയ 154% താരിഫ് 55-65% ചുരുക്കാനുള്ള പദ്ധതിയുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. അത് എത്രത്തോളം വാസ്തവമാണെന്ന് പറയവയ്യ. എന്നിരുന്നാലും അതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് യെസ്റ്റർഡേ US മാർക്കറ്റിൽ സംഭവിച്ചത്. എന്നാൽ ഏഷ്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മോർണിംഗ് തന്നെ ഒരു മിക്സഡ് ആയിരുന്നു. നിക്കി 0.5% പോസിറ്റീവിലായിരുന്നു. ഹാങ്ഷങ് 0.7% നെഗറ്റീവിലായിരുന്നു. എന്നാൽ ഷാങ്ഹായ് ഒരു ഫ്ലാറ്റിലായിരുന്നു. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത് ഒരു നെഗറ്റീവ് മോഡ് തന്നെയായിരുന്നു. ഒരു 50 to 75 പോയിൻ്റ് നെഗറ്റീവിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ നിഫ്റ്റിയും 24,270, 24,350, 24 അങ്ങോട്ട് നിന്ന് റിട്ടേൺ 24,300, 24,250 എന്നിങ്ങനെയുള്ള ഒരു റേഞ്ച് ബോണ്ടിലായിരുന്നു ഇന്ന് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ഒരു വയലൻ്റ് മൂവ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ട്രേഡിംഗ് ഒന്നിലും തന്നെ ഈ സ്റ്റോക്കുകളിലാണെങ്കിലും ട്രേഡിംഗ് നടന്നിട്ടുണ്ടാവില്ല. ഒരു ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ, എന്നതുപോലുള്ള മാർക്കറ്റായിരുന്നു എന്ന്. സത്യത്തിൽ ട്രേഡർമാരുടെ സമയം കൊല്ലുക, അതോടൊപ്പം തന്നെ അത്യാവശ്യം ഓപ്പർച്യൂണിറ്റികൾ വരുന്നത് പോലെ കാണുമ്പോൾ ട്രേഡ് എടുക്കുന്നവർക്ക് വരുന്ന നഷ്ടവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നടന്നത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഫൈനലി നിഫ്റ്റി 82 പോയിൻ്റ് നെഗറ്റീവിൽ 24,246 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 168 പോയിൻ്റ് നെഗറ്റീവിൽ 55,201 ക്ലോസ് ചെയ്തിട്ടുണ്ട്. സെൻസെക്സിലേക്ക് വരുമ്പോൾ 315 പോയിൻ്റാണ് ഇന്ന് ഇടിവ് നേരിട്ടിരിക്കുന്നത്. 79,801 ഇന്ന് സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തുടർച്ചയായ 7 ദിവസത്തെ ആ ഒരു നേട്ടത്തിന് ശേഷമാണ് ഇന്ന് മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ ഫാർമ, മെറ്റൽ, മീഡിയ എന്നീ സെക്ടറുകൾ മാത്രമാണ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം FMCG സെക്ടർ 1.06%, റിയാലിറ്റി 1.41% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മളിനി നിഫ്റ്റി ഡെയിലി ചാർട്ടിലേക്ക് വരുമ്പോൾ ഒരു ഇൻസൈഡ് ബോഡി ക്യാൻഡിലാണ് നമുക്ക് ഫോമായിരിക്കുന്നത്. ഇത് അപ് ട്രെൻഡിനെയും ഡൗൺ ട്രെൻഡിനെയും ഇടയിലുള്ള ഒരു എവിടേക്കാണ് പോകുക എന്നുള്ള ഒരു അനിശ്ചിതത്വത്തെയാണ്
കാണിക്കുന്നത്. ഷോർട്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് പോലെയാണ് തോന്നുന്നത്. പക്ഷേ 24,350 ഈ റെസിസ്റ്റൻസ് സോൺ ഡിസ്മിസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പുതിയൊരു അപ് ട്രെൻഡ് റാലി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഈ ലെവലിന് മുകളിൽ പോയ കഴിഞ്ഞാൽ 24,450, അതേപോലെ തന്നെ 24,500, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ 24,500 ഈ ലെവലുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇനി 24,200 താഴെ വരികയാണെങ്കിൽ 24,100 വരെ പെട്ടെന്ന് തന്നെ വരാനുള്ള സാധ്യതയും മുൻകൂട്ടി കാണേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തെ ദുഃഖത്തിലാക്കിയ 26 വിനോദസഞ്ചാരികളുടെ മരണത്തിനിടയാക്കിയ കാശ്മീരിലെ പഹൽഗാം ആ ഒരു ആക്രമണം നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയമാണ് തകർത്തിരിക്കുന്നത്. ഈ ഒരു സീസൺ സമയത്ത് ദിവസവും 10,000-ഓളം ആളുകളാണ്, 10,000-ഓളം ടൂറിസ്റ്റുകളാണ് പഹൽഗാമിലും അതുപോലെ ബൈസാരൻ സ്ഥലങ്ങളിലൊക്കെ വിനോദത്തിന് എത്താറുള്ളത്. ഈ ഒരു അവസരത്തിൽ അവിടം വളരെയധികം ഈ മഹാഭാരത യുദ്ധത്തിലെ അവസാന സീനുകളൊക്കെ ഈ 19 കിഡ്സ് വായിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഈ ദുര്യോധനൻ്റെ തുടകീറി കിടക്കുന്നതും അതുപോലെ കൈകാലുകളില്ലാത്തവരും മൊത്തത്തിൽ രഥത്തിൻ്റെ ചക്രം തെറിച്ചു പോയതും വെട്ടേറ്റ മാംസപിണ്ഡങ്ങളും എന്നൊക്കെ നമ്മൾ വായിച്ചത് ഇന്നും നമ്മുടെ മനസ്സുകളിൽ അത് അങ്ങനെ തറഞ്ഞിരിക്കുകയാണല്ലോ. അതാണ് ആ ഒരു കാവ്യത്തിൻ്റെ ഭംഗിയും. പക്ഷേ അത് അനുവാചകരിൽ എത്രത്തോളം ദുഃഖമാഴ്ത്തിയോ അതുപോലുള്ളൊരു സീനാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴിവിടെ പഹൽഗാമിൽ നടന്നത് കടന്നു വരുന്നത്. നമ്മുടെ രാജ്യം അത് ശക്തമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് പുതിയ നടപടികളൊക്കെ കൈക്കൊണ്ടതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഇതിവിടെ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സംഘർഷങ്ങളോട് മാർക്കറ്റിലെ ഇൻവെസ്റ്റേഴ്സ് ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ചെറിയ ഒരു സമൂഹമാണെങ്കിലും അതുകൊണ്ടാണ് നമ്മുടെ ട്രേഡിംഗ് തുടങ്ങി ആദ്യത്തെ 5 മിനിറ്റിനുള്ളിൽ തന്നെ കറാച്ചിയൊക്കെ 2% താഴ്ന്നത്. കറാച്ചി ഇൻഡെക്സ് അതായത് KSE 100 2% താഴ്ന്നത്, 2,500 പോയിൻ്റ്. ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. 4.06% ഇടിഞ്ഞിരിക്കുന്നത്. ഭാരതി എയർടെൽ, ഏച്ചർ മോട്ടോഴ്സ്, ICIC ബാങ്ക്, എറ്റേണൽ ലിമിറ്റഡ്, ONGC, ശ്രീറാം ഫിനാൻസ് എന്നിവ 1 മുതൽ 2% വരെയും ബാക്കിയുള്ള 23ഓളം സ്റ്റോക്കുകൾ 0.01% മുതൽ 0.55% വരെയും ഇടിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. 3.22% ജസ്റ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ആക്സിസ് ബാങ്കും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ്. നമുക്കിനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും നാളത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളിലൂടെ ഒന്ന് നോക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് നമ്മളെപ്പോഴും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറയാറുള്ളത്. നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ആ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാൻ പാടുകയുള്ളൂ. നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 24,350 വയ്ക്കാം. സപ്പോർട്ടായിട്ട് 24,200. നിഫ്റ്റി നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് നാളെ ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡൗൺ സൈഡിലേക്ക് എടുത്ത് പോകാം. 55,050. ഓക്കെ, 55,050 താഴെ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നിവൃത്തിയില്ല. ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം നാളെ 55,050 ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, താഴത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് 55,550. അപ്പോൾ ഈ 2 ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയിലും വാച്ച് ചെയ്യാവുന്നതാണ്. സെൻസെക്സിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് 80,260 വാച്ച് ചെയ്യാം. സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സപ്പോർട്ട് ഇവിടെ നിന്ന് തന്നെ നോക്കാവുന്നതാണ്. 79,720. ഓക്കെ, സെൻസെക്സിൽ അങ്ങനെ ഡൗൺ സൈഡിലേക്ക് വന്ന് 79,720 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. 250 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റിൽ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. അതൊന്ന് വാച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക്
സെൻസെക്സിൽ ഇങ്ങനെയും വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വരയ്ക്കുക. നാളെ ബ്രേക്ക് നടത്തുന്നുണ്ടെന്ന് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.